തുടർ ഭരണം വരണമെന്ന് പറയുള്ളൂ. എന്തായാലും ചെന്ന ഇതോടുകൂടി ഇത് തീർന്നു കിട്ടുമല്ലോ. പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് ഒരു തോന്നൽ. ഞങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് ആര് ഭരിച്ചാലും വ്യത്യാസങ്ങളൊന്നുമില്ല, യാതൊരു വ്യത്യാസങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വെള്ളം കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത കണ്ടീഷനിലാക്കി വെച്ചേക്കുന്നത് ഇപ്പോഴത്തെ ഭരണം. നമ്മൾ കണ്ടല്ലോ 2 കൊല്ലം എല്ലാം ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നല്ലോ. ഇവിടെ ഈ മാങ്ങ ചക്ക എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരില്ലേ, അവർക്ക് അനാവശ്യമായിട്ട് വന്ന് അവര് 5 കോടി അല്ല 6 കോടിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ നിർത്തിക്കണതാ കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് എന്ത് വികസനം എന്താ പറയണ ഈ മോഡി കീഴി. ഇപ്പൊ നല്ലൊരു സ്ഥാനാർത്ഥി വന്നേക്കുന്നത് LDF ആണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പിണറായി സഖാവ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും സൗകര്യം ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിണറായി സഖാവ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പാവപ്പെട്ടവരെ എങ്ങനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം അവർ പിടിക്കുന്ന വോട്ടുകൾ അതൊരു പക്ഷേ ഈ കോൺഗ്രസിന് കിട്ടുന്ന വോട്ട്, അതുകൊണ്ടാണ് ഞാൻ സാധ്യതയുണ്ട്. 3 പതിറ്റാണ്ട് കാലം കെ ബാബു ഭരിച്ച മണ്ഡലം ഇനി മത്സരത്തിനില്ല. നഗരസഭ BJPയുടെ കയ്യിലും. ഇത്തവണ തൃപ്പൂണിത്തറയുടെ ഫലം എന്താകും? വോട്ടർമാരോട് തന്നെ ചോദിച്ചറിയാം. ഇനി തൃപ്പൂണിത്തറയുള്ളവർ തന്നെയല്ലേ നിങ്ങൾ? അപ്പൊ ഇനി തുടർ ഭരണം വരുമോ അതോ എങ്ങനെയാണ്? തൃപ്പൂണിത്തറയിൽ ആര് ജയിക്കും? തൃപ്പൂണിത്തറയിൽ LDF ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പം BJPക്കാർ കൂടുതൽ വന്നിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. ഇപ്പം നല്ലൊരു സ്ഥാനാർത്ഥി വന്നേക്കുന്നത് LDF ആണ്. അത് കാരണമാണ് BJP പറഞ്ഞെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ BJPക്കാരനല്ല, LDFക്കാരനാണെങ്കിലും LDFക്കാരുടെ കുറേ തെറ്റുകളുണ്ട്. ഈ പിണറായി വിജയൻ കാണിക്കുന്നതിൽ കുറേ തെറ്റുകളുണ്ട്. എങ്കിലും ജയിക്കുന്നത് LDFന്റെ ആളായിരിക്കും. അല്ലെങ്കിൽ അവരൊരു നല്ല സ്ഥാനാർത്ഥി ഇറങ്ങാനായിരുന്നു. കോൺഗ്രസിന് നല്ല സ്ഥാനാർത്ഥി ഇല്ല, BJPക്ക് നല്ല സ്ഥാനാർത്ഥി ഇല്ല. അതാണ് ഇത്ര മണ്ഡലം എന്തായാലും ഐക്യ ജനാധിപത്യ മുന്നേ കൊണ്ടുപോകുന്നുള്ളതാണ് ലക്ഷണം കണ്ടിട്ട്. കാരണം നമ്മൾ കണ്ടല്ലോ 2 കൊല്ലം എല്ലാം ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നല്ലോ. അപ്പൊ നമ്മളെല്ലാം ഒരുവിധം പരുവത്തിലായിരിക്കുകയാണ്, ശരിയാക്കി തന്നിരിക്കുകയാണ് ഞങ്ങളെയൊക്കെ. അപ്പൊ അതുകൊണ്ട് കച്ചവടം നമ്മുടെ സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും വഴിയോര കച്ചവടത്തിനകത്തുള്ള അനുമതി കിട്ടി. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പിണറായി സഖാവ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും സൗകര്യം ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരെ അവരിഷ്ടം പോലെ ഞങ്ങളെ ഉൾപ്പെടെ ഇവിടുന്ന് എടുപ്പിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതേസമയത്ത് പിണറായി സഖാവ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പാവപ്പെട്ടവരെ എങ്ങനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി. ഇനിയും നമ്മുടെ സർക്കാർ തന്നെ ഇനിയും മുമ്പോട്ട് ഭരിക്കുകയുള്ളൂ. കാരണം സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെ നല്ല രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് വഴിയോരത്തിരുന്ന് കച്ചവടം ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർക്കാരിലേക്ക് വിളിച്ചറിയിക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള പാർട്ടി അറിയിക്കുമ്പോഴോ അവരുടനെ തന്നെ അതിനൊരു തീരുമാനം എടുക്കും. ഇന്ത്യൻ ഭരണഘടനയിലെ ഡോക്ടർ BR അംബേദ്കർ എഴുതി വച്ചിരിക്കുന്ന ആ നിയമം നടപ്പിലാക്കിയത് പിണറായി സഖാവ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ആർക്കും പേടിയില്ലാതെ ജീവിക്കാനുള്ളൊരു സൗകര്യമാണ് ഈ സമയം വരെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇനിയും മുമ്പോട്ടും അങ്ങനെ തന്നെയാണ് പോവുള്ളൂ. ഇവിടെ വിജയിക്കുന്നത് ഇവിടെ വിജയിക്കുന്ന അതിനുള്ള ഇതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ KN ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ സഖാവേ ജയിക്കുകയുള്ളൂ. മറ്റുള്ളവരൊന്നും UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ വലിയ ആളുകളെ മാത്രമേ നോക്കുകയുള്ളൂ. സാധാരണക്കാരായിട്ടുള്ള ആരെ അവർ സഹായിക്കില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാനിപ്പോൾ പറയാം. ഞാനും സർക്കാർ സർവീസ് ഇരുന്ന ആളാണ്. ഞാൻ ചെയ്യാത്ത കാര്യത്തിന് അവർ ചെയ്തെന്നും പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഗ്രാറ്റുവിറ്റി വരെ തടയിച്ച് ആ ഗ്രാറ്റുവിറ്റി ഞാൻ കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവർക്ക് കൊണ്ടുവന്ന് ഹാജരാക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ആ ഗ്രാറ്റുവിറ്റി മുഴുവൻ എനിക്ക് കൊടുക്കാൻ പറഞ്ഞ് ഉത്തരവായി അതെനിക്ക് കിട്ടുകയും ചെയ്തു. 101% ഭരിക്കില്ല, അങ്ങനെ വിജയിക്കും. നഗരസഭ അതുകൊണ്ട് കാര്യമില്ലല്ലോ, അതൊക്കെ തട്ടിപ്പിലുണ്ടാക്കിയ പരിപാടിയാണ്. അതുകൊണ്ട് ഇവിടെ ഈ മാങ്ങ ചക്ക എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരില്ലേ, അവർക്ക് അനാവശ്യമായിട്ട് വന്ന് അവര് 5 കോടി അല്ല 6 കോടിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ നിർത്തിക്കണതാ കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. തൃപ്പൂണിത്തറക്കാർക്ക് തെറ്റ് പറ്റിയതാണ്, അറിയാണ്ട് ചെയ്തതാണ്. ഇവർക്കൊന്നും ഭരിക്കാനുള്ള ഒരു ഇതില്ല. നിങ്ങൾ UPയിലും KPയിലും പോയി നോക്കൂ. ഇവരുടെ വികസനം പറഞ്ഞില്ലേ ഇവിടെ ഒരു മണ്ണാങ്കട്ടി നടക്കൂല. വികസനം അവിടെയില്ല ഇവിടെയില്ല. ബീഹാറിൽ പോയി കഴിഞ്ഞാണ്ടല്ല നിലത്തിരുന്നിട്ടുണ്ട് സ്കൂളിലെ പിള്ളേർ ഊട് കഴിക്കണേ, ഒരു പ്ലേറ്റ് പോലും ഇല്ല. എന്നിട്ട് എന്ത് വികസനം എന്താ പറയണ ഈ മോഡി കീഴി. മടുത്തില്ല ഭരണത്തില്, വരാൻ ചാൻസ് ഇല്ല.
തൃപ്പൂണിത്തറ അപ്പൊ ആര് ഭരിക്കും? കോൺഗ്രസ് ഇരിക്കും. കോൺഗ്രസ് ജയിക്കുമായിരിക്കും. അങ്ങനെ പറയാൻ കാരണം എന്താണ്? മൊത്തത്തിൽ കോൺഗ്രസ് തരംഗാണല്ലോ. കഴിഞ്ഞ തവണയും കെ ബാബു ആണ് ഇവിടെ, UDF തന്നെയാണ് ഇവിടെ ജയിച്ചത്. തൃപ്പൂണിത്തറ നഗരസഭയാണ് BJP ഭരണത്തിലേറ്റത്. അപ്പം കേറിട്ടില്ലല്ലോ, ഒപ്പല്ലേ നിക്കണേ. നഗരസഭയില് മാറിക്കോളും. അപ്പം UDF തന്നെ ഭരണത്തിലേക്ക് വീണ്ടും വരുമെന്നാണ് LDF വരുന്ന തോന്നണത്. LDF ആണ് ഈ തവണത്തെ ഭരണത്തിൽ വരാൻ. അതിന് കാരണം എന്താണ്? എം സ്വരാജ് അത്രയും നന്നാക്കിയ ഒരു മണ്ഡലമായതുകൊണ്ടാണോ അതോ എം സ്വരാജിന്റെ അല്ല, മറ്റേ മെയിനായിട്ട് ഭരിക്കണ അത് സർക്കാരിന്റെ ഒരു വികസന പ്രവർത്തനങ്ങൾ. എം സ്വരാജിന്റെ ഇത് കൊണ്ടല്ല, ഭരണത്തിന്റെ പൊതുവായൊരു ഭരണത്തിന്റെ ഒരു ഇത് കൊണ്ടിട്ട് ഇനിയും തൃപ്പൂണിത്തറ അവര് തന്നെ ഭരിക്കുമെന്നാണ്, ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്നാണ്. തൃപ്പൂണിത്തറ അല്ല ഞാൻ പറയണത്, മെയിനായിട്ട് കേരളം വരും. 3.0 വരുമെന്നാണ് ഉറപ്പ്. അതെ തോന്നണം, ഉറപ്പല്ല കേട്ടാ. ഈ കോൺഗ്രസിന്റെ തമ്മിലടി കൊണ്ട് ഇല്ലേ കോൺഗ്രസ് വന്നേനെ. തുടർ ഭരണം വരണമെന്ന് പറയുള്ളൂ. എന്തായാലും ചെന്നാൽ ഇതോടുകൂടി ഇത് തീർന്നു കിട്ടുമല്ലോ. അതുകൊണ്ട് തുടർ ഭരണം വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാധനം അവസാനിച്ച് കിട്ടും. ബംഗാളിലും ത്രിപുരയിലൊക്കെ പോയ പോലെ. അങ്ങനെയൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ത്രികോണം മത്സരമായതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വ്യക്തമായിട്ട് ഒരു തീരുമാനം പറയാൻ പറ്റില്ല. എങ്ങോട്ട് ചായ വെങ്ങോളാന്ന് അറിയാൻ പറ്റില്ല. അതാണ് എൻ്റെ കാര്യം. ഇപ്പൊ 3 പാർട്ടിയും മത്സരത്തിലാണല്ലോ, നല്ല കൊണ്ട് മത്സരിക്കരുത്. അപ്പൊ ഇനി ഒരു തുടർ ഭരണം വരുമോ അതോ എങ്ങനെയാണ്? തുടർഭരണം, ഒരു ഭരണം മാറ്റം നല്ലതാണ്. LDFന്റെ ഭരണം തന്നെ ആയിരിക്കും. LDF തന്നെ. അപ്പം K. N. ഉണ്ണികൃഷ്ണൻ തന്നെ ജയിക്കുമെന്നാണോ പറയുന്നത്? അതെ, തൃപ്പൂണിത്തറയിൽ അതായിരിക്കും നല്ലതായിട്ട് വരിക. കാരണം ഇതുവരെ നമ്മൾ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന രാജനഗരി എന്നുള്ളൊരു കണക്കൂട്ടൽ വെച്ചിട്ട് തൃപ്പൂണിത്തറയില് എപ്പോഴും കെ ബാബുവിന്റെ മാത്രം ഭരണം നിലനിന്നൊരു സ്ഥലമാണ്. UDFന്റെ ഭരണം മാത്രം നിലനിന്നൊരു സ്ഥലമാണ്. അപ്പൊ അവിടെ 2016 എം സ്വരാജ് ഇങ്ങനെ ഇതിലേക്ക് വരുന്നത്. ഇനി വീണ്ടും ഒരു തുടർ ഭരണം LDFന്റെ തന്നെയാണ് എന്നാണ്. അതെ, അതായത് ഈ കഴിഞ്ഞ ഒരു 5 വർഷം കെ ബാബു ഇവിടെ ജയിച്ചു വന്നു എന്നല്ലാതെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ധകാരത്തോട് പോയി നോക്കിയാൽ കാണുമ്പോൾ തന്നെ അറിയാം. അന്ധകാരത്തോട് അറിയില്ല അവിടെ, അറിയാം. ആ 5 വർഷം മുമ്പ് നല്ല രീതിയിൽ വൃത്തിയാക്കി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതൊന്നും ചെയ്യേണ്ടായിരുന്നു. അത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ അതുപോലെ റോഡ്, എക്സ്റ്റൻഷൻ റോഡ്. അപ്പോൾ പൊതുവെ ആളുകളുടെ ഒരു അഭിപ്രായം ഇനി എൻ്റെ ആവശ്യമില്ല. കാരണം കഴിഞ്ഞ 5 കൊല്ലം ഭരണ എന്താണ് LDFന്റെ ആയിരുന്നെങ്കിൽ നല്ലൊരു വികസനം ഇവിടെ നടന്നതിനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റു പല മണ്ഡലങ്ങളിലും പൊതുഗതാഗതം, മറ്റു സംവിധാനങ്ങളും എല്ലാം നല്ല രീതിയിൽ വികസിച്ചേനെ. താലൂക്ക് ആശുപത്രി, അതുപോലെയുള്ള മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി മത്സരിക്കാൻ താല്പര്യമില്ല, ഇനി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ശ്രദ്ധയെ പുള്ളി കൊടുത്തിട്ടില്ല. അങ്ങനെ തോന്നുന്നത് അതിൻ്റെ ഒരു കുഴപ്പം കാണാണ്ട് മൊത്തത്തിൽ തൃപ്പൂണിത്തറ ആ ടൗണിലേക്ക് ചെന്നാൽ അറിയാം, ആ റോഡും കാര്യങ്ങളും എല്ലാം അറിയാം, തിരക്കുന്നത്. വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ആളുകൾ. കാരണം വെച്ചാൽ ആളുകളൊക്കെ നേരിട്ട് അനുഭവിക്കുന്നതാണല്ലോ. മുമ്പത്തെ പഴയ കാലം പോലെയല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ആളുകൾ ഇതൊക്കെ നേരിട്ട് അനുഭവിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി ആളുകൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ സർക്കാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഒന്നും വേണ്ട. ഈ വയനാട് ഒരു വിഷയം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്ഥലങ്ങളിൽ പലയിടത്തും ഇതുപോലെ ഉരുൾപൊട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായവരെയൊക്കെ മാറ്റിപ്പറപ്പിച്ച് ചേരിപ്പുറത്തും മറ്റിടത്തും കൊണ്ട് ഷെഡിലൊക്കെ താമസിച്ച വാർത്ത കാണുന്നതാണ്, ബീഹാർ ഉൾപ്പെടെ. അപ്പോഴാണ് ഒരു ഏറ്റവും നല്ലൊരു സംവിധാനത്തിൽ ഒരു വലിയൊരു ടൗൺഷിപ്പിന് റീജിയനോട് കൊടുത്തത്. പക്ഷേ UDF എന്താ ചെയ്തത്? അവർ പിരിച്ച പൈസയുടെ കണക്കില്ല, അതിൻ്റെ ആപ്പില്ല, ആ പൈസ ആരുടെയാണെന്ന് അറിയാൻ പാടില്ല. നമ്മളൊക്കെ ഇപ്പോൾ ഒരു രാഷ്ട്രീയം വെച്ചോണം, എല്ലാവർക്കും പൈസയും പിരിവൊക്കെ നമ്മൾ ആരും ചോദിച്ചാലും കൊടുക്കണതാണ്. അങ്ങനെ പരസ്യമായിട്ട് എനിക്കത് മുമ്പത്തൊക്കെ ചിലപ്പോൾ ഭരണം വരുമ്പോൾ ഭരണപക്ഷത്തെയാണ് എല്ലാവരും സാധാരണ ചോദ്യം ചെയ്ത് കാണാറ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം മൊത്തത്തിലുണ്ട്, ഒരു അന്തരീക്ഷങ്ങളുണ്ട്. തൃപ്പൂണിത്തറ മൊത്തത്തിലൊരു ഇടതുപക്ഷത്തിൻ്റെ അന്തരീക്ഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇടതുപക്ഷത്തിൻ്റെ അല്ല, അവരൊരു പ്രവർത്തന ശൈലിയും രീതിയും ഇത് അങ്ങനെ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തു പോകും. മറ്റേ സ്ഥാനാർത്ഥി ഇതിൻ്റെ 2020-യുടെയാണ്. അപ്പൊ താമര ചിഹ്നത്തില് ആ താമര ചിഹ്നമല്ല, അത് ചക്ക ചിഹ്നമാണ്. താമര ചിഹ്നത്തിലല്ലാത്തതുകൊണ്ട് അല്ല, അപ്പൊ വോട്ട് കുറെ പേര് അങ്ങനെ ചെയ്യും. ഇപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത് പോകും കുറെ, പല വഴിക്ക് പോകും. ഇപ്പൊ LDF-നാണ് അല്ലെങ്കിൽ UDF ആണ്, UDF-കാർ അങ്ങോട്ട് ചെയ്യും. അതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞും വരും. അപ്പൊ ജനങ്ങളാണ് തീരുമാനിക്കാൻ പോണത്. നിലവിൽ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡല കുത്തകയാണ്. പക്ഷേ ഇത്തവണ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് ഒരു തോന്നൽ. പറയാൻ കാരണം ഈ NDAയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അഞ്ജലി നായർ, അവർ വോട്ട് പിടിക്കുന്ന അത് തന്നെയല്ല, മറ്റേ സാബു, ഈ സാബു എന്ന് പറഞ്ഞാൽ അവരുടെ ഈ 2020-യുടെ അദ്ദേഹമാണ് അതിന് വേണ്ടിയിട്ട് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട്
നിസ്സാരമായിട്ട് അതിനെ കാണാനാവില്ല. അപ്പം അവർ പിടിക്കുന്ന വോട്ടുകൾ അതൊരു പക്ഷേ ഈ കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ട്, അതുകൊണ്ടാണ് ഞാൻ സാധ്യതയുണ്ട്. ആ ഒരു വിലയിരുത്തലാണ്. അല്ലാണ്ട് കോൺഗ്രസ് തോക്കും എന്നുള്ളതല്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനാണ് ഈ സാധ്യത. ഇവർ വോട്ട് പിടിച്ച് കൂടുതൽ വോട്ട് പിടിച്ചാൽ സംഭവിക്കും, കോൺഗ്രസ് ജയിക്കില്ല. അപ്പം പിന്നെ അതിൽ അഞ്ജലി നായരോ അല്ലെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഉണ്ണികൃഷ്ണനോ ആരെങ്കിലും അത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് ആര് ഭരിച്ചാലും വ്യത്യാസങ്ങളൊന്നുമില്ല, യാതൊരു വ്യത്യാസങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും കാലം എങ്ങനെ ഇത്ര വർഷമായില്ലേ ആര് ഭരിച്ച് മാറി എത്രയോ ഭരണകർത്താക്കൾ വന്നു. സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ മാഡത്തിന് പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? ഈ ജോലിയുണ്ട്, അത് തന്നെ, വേറെ ഒന്നുമില്ല. എനിക്ക് പറയാണ്ടെങ്കിൽ ഒത്തിരി പറയണ്ട, ഇപ്പോൾ പറയാനില്ല അതൊന്നും. അല്ല, അത് എൻ ഡി എ തന്നെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഒരു ശക്തമായ ഒരു എനർജി എൻ ഡിയുടെ ഭാഗത്തേക്ക്, ഒരു പോസിറ്റീവ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതെ, അങ്ങനെയാണ് ഉണ്ട്. കൂടാതെ നമ്മുടെ BJP NDA പ്രവർത്തകരും അവരുടെ കൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കാഴ്ചപ്പാട് നമ്മളിപ്പോൾ എന്ത് പറയാനാണ്, പ്രത്യേകിച്ച് ഒന്നും പറയില്ല. എല്ലാവരും ഇതിപ്പോൾ ഇപ്പോഴത്തെ ഭരണം തന്നെ കണ്ടില്ല എങ്ങനെയാണെന്ന് കാണിച്ചു വെച്ചേക്കുന്നത്. ഇപ്പോൾ വെള്ളം കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത കണ്ടീഷനിലാക്കി വെച്ചേക്കുന്നത് ഇപ്പോഴത്തെ ഭരണം. അതാണ്. അതുകൊണ്ട് തുടർ ഭരണം വരണ്ട എന്നാണോ? അത് താല്പര്യമില്ല, ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല.